തീർച്ചയായിട്ടും 7-ാം നൂറ്റാണ്ടിൽ നിന്ന് ആരംഭിച്ച് ഇതാ 7-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 8 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇനി 8 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടിന്റെ ചരിത്രം ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന രൂപത്തിൽ ശാസ്ത്രത്തിന്റെ മേഖലകളിൽ, തത്വചിന്തയുടെ മേഖലകളിൽ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിന്റെ മേഖലകളിൽ ഇബ്നു സീന അടക്കമുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഫിർനാസ് അടക്കമുള്ള ചരിത്ര പണ്ഡിതന്മാർ ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നു വെക്കപ്പെട്ട അറിവിന്റെ വാതായനങ്ങൾ ഇന്ന് ലോകത്തെ മോഡേൺ സയൻസിന്റെ മുമ്പിൽ പോലും ഇന്ന് അന്നത്തെ രൂപത്തിൽ കിടപിടിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങളായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ 8 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഗ്ദാദിൽ ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ച ബൈത്തുൽ ഹിക്മ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അല്ലേ? ബൈത്തുൽ ഹിക്മ ലോകത്തിന്റെ മുമ്പിലേക്ക് ഒരു വിളക്കുമാടമായി കൊണ്ട് ബൈത്തുൽ ഹിക്മ മാറിയപ്പോ ആ കാലഘട്ടത്തിലെ ആരും ചിന്തിക്കാത്ത രൂപത്തിൽ ഇന്നത്തെ യൂണിവേഴ്സിറ്റികളുടെ രൂപത്തിലേക്ക്, യൂണിവേഴ്സിറ്റി എന്നുള്ള രൂപത്തിലേക്ക് കൊർഡോവ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളെ സ്ഥാപിക്കുന്ന രൂപത്തിലേക്ക് ചരിത്രം നമ്മളെ കൊണ്ടുപോകുമ്പോ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ സുവർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.